എൻ്റെ ഒരു കസിൻ്റെ കല്യാണമാണ് കേട്ടോ നാളെ. അപ്പോൾ ഇന്ന് നമ്മൾ കല്യാണ വീട്ടിലേക്കാട്ടോ രാത്രി പോകുന്നത്. നമ്മളപ്പോൾ കസിൻസ് എല്ലാവരും കൂടി കൂടിയാട്ടോ കല്യാണ വീട്ടിലേക്ക് ഇന്ന് പോകുന്നത്. ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയതായിരുന്നു കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരത്തെ ബേബിയമ്മയുടെ വീട്ടിലേക്കാട്ടോ വന്നത്. ഇവിടെ നിന്നാണ് പിന്നെ നമ്മളെല്ലാവരും കൂടി കൂടിയതേ പാടത്തേക്ക് പോയത് കേട്ടോ. ബാക്കി നമ്മുടെ കസിൻസ് എല്ലാവരും ഇതേ പാടത്തെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ടി ഇവരൊക്കെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു കേട്ടോ പോകാനായിട്ട്. അങ്ങനെ നമ്മളിവിടെ വന്നിട്ട് പിന്നെ എല്ലാവരും കൂടി കൂടുതൽ കല്യാണ വീട്ടിലേക്കാട്ടോ പോകുന്നത്. ഇവിടെ നിന്ന് ഒരു 5-10 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ കല്യാണ വീട്ടിലേക്ക്. പിന്നെ എല്ലാവരും കൂടി വർത്താനം പറഞ്ഞ് നടക്കുമ്പോഴേക്കും 10 മിനിറ്റ് നടന്ന ദൂരം പോലും നമുക്ക് തോന്നിയേയില്ല. നമ്മളിവിടെ എത്തിയിട്ട് ആദ്യമേ തന്നെ നാളത്തെ നമ്മുടെ കല്യാണ പെണ്ണ് കാണാൻ വേണ്ടിയാട്ടോ കയറിയത്. അപ്പോൾ ഇതാട്ടോ നാളത്തെ ബ്രൈഡ്. നമ്മളിവിടെ എത്തിയ സമയത്ത് ഇവിടെ ഭയങ്കര തിരക്കൊക്കെ ആയതുകൊണ്ട് അതുകൊണ്ട് തന്നെ കല്യാണ പെണ്ണിന്റെ തൊട്ടിപ്പുറത്ത് തന്നെ നമ്മുടെ കസിന്റെ വീട് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ വന്ന് ഇരിക്കുവായിരുന്നു നമ്മളെല്ലാവരും കൂടി. ഈ സമയത്തൊക്കെ പുറത്ത് ഭയങ്കര തിരക്കും ബഹളമൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ അതൊന്നും അറിഞ്ഞിട്ടേ ഉണ്ടായിരുന്നു. നമ്മളത് അകത്ത് വന്നിരുന്ന് ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുവായിരുന്നു കേട്ടോ. ഇതിന്റെ ഇടയിൽ പുറത്തെ പാട്ടിന്റെ ശബ്ദം കേട്ടപ്പോഴേ നമ്മളെല്ലാവരും കൂടി പുറത്തേട്ട് ഇറങ്ങിയിട്ട് ഇവിടെ ഡാൻസ് കാണാനായിട്ട്. ഡാൻസ് എല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചെങ്കിൽ നമ്മൾ ആ സമയത്ത് കഴിച്ചില്ല കേട്ടോ. ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞിട്ടാട്ടോ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി ചോറും മീൻകറിയും ചിക്കൻ കറിയൊക്കെ ആയിരുന്നു കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ അവിടെ. പിന്നെ ക്യാബേജ് ചിക്കനൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ കഴിക്കാത്തതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ലായിരുന്നു കേട്ടോ. പിന്നെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് തിരക്കൊക്കെ ഒന്ന് കുറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നമ്മളത് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. അപ്പം നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാവേ. അപ്പോൾ ഓക്കെ, ബൈ.